എറണാകുളത്ത് കാലടിയിൽ തേനീച്ച ആക്രമണത്തിൽ 4 പേർ ആശുപത്രിയിൽ. വാട്ടർ ടാങ്ക് ശുചീകരിക്കുവാൻ കയറിയ തൊഴിലാളികൾക്കാണ് കുത്തേറ്റത്. 6 പേർ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എറണാകുളത്തു നിന്നും അർച്ചന ചേരുകയാണ് വിശദാംശങ്ങളുമായി. അർച്ചന, കുടുങ്ങിക്കിടക്കുന്നവരുടെ സ്ഥിതി എങ്ങനെയാണ്? അവരെ താഴെ എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഇന്നൊരു വൈകിട്ടോടെയാണ് തേനീച്ചയുടെ ആക്രമണം ഈ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നത്. വാട്ടർ ടാങ്ക് ശുചീകരിക്കാൻ കയറിയ തൊഴിലാളികൾക്കാണ് ഇത്തരത്തിൽ കുത്തേറ്റത്. ഇവരെ രക്ഷപ്പെടുത്താൻ എത്തിയ ഫയർഫോഴ്സിനും കുത്തേറ്റിട്ടുണ്ട്. 4 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 പേരാണ് വാട്ടർ ടാങ്ക് ശുചീകരിക്കാനായി മുകളിലേക്ക് കയറിയത്. ഇതിൽ 4 പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റ്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവരെ രക്ഷിക്കാനെത്തിയ ഫയർഫോഴ്സിനും ഇത്തരത്തിൽ തേനീച്ചയുടെ കുത്തേറ്റിട്ടുണ്ട്. അർച്ചന, ഇപ്പോൾ അവിടെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ വല്ലതും ലഭിക്കുന്നുണ്ടോ? നിലവിൽ വാട്ടർ ടാങ്കിന്റെ മുകളിലുള്ള എല്ലാ തൊഴിലാളികളെയും ഫയർഫോഴ്സ് രക്ഷിച്ചിട്ടുണ്ട്. അവരെ രക്ഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും തേനീച്ചയുടെ കുത്തേറ്റത്. എന്തായാലും ഇവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സിന്ധൂരി. ഓക്കെ, വ്യക്തമാണ് അർച്ചന. എറണാകുളത്ത് കാലടിയിലാണ് തേനീച്ച ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റത്. 4 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെ രക്ഷിക്കുവാൻ ശ്രമിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും കുത്തേറ്റിട്ടുണ്ട്. വാട്ടർ ടാങ്ക് ശുചീകരിക്കുവാൻ കയറിയ തൊഴിലാളികൾക്കാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത്. അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്.